കോൺഗ്രസ് ഗൃഹസന്ദർശനം പുരോഗമിക്കുകയാണ്. 2025 കോൺഗ്രസിൻ്റെ പുനഃസംഘടനാ വർഷമായി പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് ബലഗാവിയിലെടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കി വരികയാണ്. അതിൻ്റെ ഭാഗമായാണ് വീടുകൾ തോറും കയറിയിറങ്ങി ഗൃഹസന്ദർശനം എന്ന പേരിൽ കുടുംബങ്ങളെ നേരിട്ട് കണ്ട് അവരുമായി സംവദിച്ച് രാജ്യത്ത് കോൺഗ്രസിൻ്റെ ആവശ്യകത എത്ര പ്രാധാന്യമുള്ളതാണ് എന്ന് അധികാരം കൈയാളുന്ന കേരള കേന്ദ്ര സർക്കാരുകൾ നടത്തുന്ന ജനദ്രോഹപരമായ നീക്കങ്ങൾ എന്താണ് എന്ന് അവരെ ബോധിപ്പിച്ചുകൊണ്ട്, കുടുംബത്തിലുള്ള ഓരോരുത്തരെയും ബോധിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ക്യാമ്പയിൻ ഇപ്പോൾ തന്നെ ജനശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 29, 30, 31 തീയതികളിൽ ആരംഭിച്ച് സെപ്റ്റംബർ 20 പൂർത്തീകരിക്കാനുള്ള പ്രയത്നത്തിൽ ദ്രുതഗതിയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. ആദ്യം തീരുമാനിച്ചത് ഓഗസ്റ്റ് 29 തുടങ്ങി ഓഗസ്റ്റ് 10 മുമ്പ് തീർക്കണം എന്നായിരുന്നു. പക്ഷേ അത് കുറഞ്ഞ ഒരു കാലയളവാണ് എന്നതിനാൽ തീയതി നീട്ടുകയായിരുന്നു KPCC. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും നടക്കുന്ന സാഹചര്യം മുന്നിൽ കണ്ട് ഒരു വർഷം മുന്നേ തന്നെ പദ്ധതികൾ തയ്യാറാക്കി പ്രവർത്തനങ്ങൾ സജ്ജമാക്കിയിരുന്നു കോൺഗ്രസ്. ഇപ്പോഴിതാ SIR കേരളത്തിലും നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ ബീഹാറിൻ്റെ ഗതിയാകുമോ കേരളത്തിലും എന്നാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ആശങ്കപ്പെടുന്നത്. ഇനിയുള്ള ഗൃഹപ്രവേശനങ്ങളിൽ ഇതുകൂടി ഉൾപ്പെടുത്തി ജനങ്ങളെ ബോധവൽക്കരിക്കാനും തീരുമാനമായിട്ടുണ്ട്. ഒരു വലിയ ഭയപ്പാടിലാണ് ജനം. ഒരു ഭാഗത്ത് BJPയുടെ ദ്രംഷ്ടകൾ, മറ്റൊരു ഭാഗത്ത് LDFൻ്റെ കരാള ഹസ്തങ്ങൾ, ഇതിനിടയിൽപ്പെട്ട് ശിഥിലീകരിക്കപ്പെടുന്ന അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും. ഇത് സംരക്ഷിക്കാനാണ് കോൺഗ്രസ് ജനാധിപത്യപരമായി മുന്നിട്ടിറങ്ങുന്നത്. ഇനി രാജ്യം ഉറ്റുനോക്കുന്നത് കേരളത്തിലേക്കാവും. SIR കൊണ്ട് വാളോങ്ങിയ മോദി കേരളത്തിനെ തുണ്ടം തുണ്ടമാക്കി വലിച്ചെറിയാൻ മുന്നിട്ടിറങ്ങുമ്പോൾ ഇങ്ങ് കേരളത്തിൻ്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ഓരോ വീട്ടുമുറ്റത്തു നിന്നും കോൺഗ്രസ് നട്ടുപിടിപ്പിച്ച ജനാധിപത്യ ബോധം, രാജ്യരക്ഷയ്ക്കായുള്ള ആർജവം, ഭരണഘടനയുള്ള അഭിനിവേശം, ഇവയൊക്കെ കൊണ്ട് ഏത് മോദിയെയും എതിർക്കാൻ, ഏത് സംഘപരിവാർ ആക്രമണത്തെയും തടയാൻ പ്രാപ്തരായി കഴിഞ്ഞു കോൺഗ്രസിൽ ഓരോ കോൺഗ്രസ്സുകാരനും. അത് തന്നെയാണ് ഗൃഹസന്ദർശനങ്ങൾ കൊണ്ട് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. കോൺഗ്രസിൽ നഷ്ടപ്പെട്ടു പോയ ആത്മവിശ്വാസം, ആത്മവീര്യം വീണ്ടെടുക്കാൻ, ഓരോ വ്യക്തിയെയും പ്രാപ്തരാക്കാൻ, രാഷ്ട്രീയപരമായും ആക്രമിക്കാൻ വരുന്നവരെ രാഷ്ട്രീയപരമായി തന്നെ പ്രതിരോധിക്കാൻ, രാഷ്ട്രീയ ബോധം കൊണ്ട് ബ്രഹ്മാസ്ത്രം തീർക്കാൻ ആശയ സായുധരായ അവരെ സജ്ജരാക്കുകയാണ് കോൺഗ്രസ്. കോൺഗ്രസിൻ്റെ തണലിൽ രാജ്യത്തെ ജനം പുതിയ ഒരു ഇന്ത്യക്കായി ഉണരുകയാണ്. അടിത്തട്ട് മുതൽ ജീവിക്കുന്ന ഓരോ കോൺഗ്രസ്സുകാരൻ്റെയും സിരകളിൽ ഓടുന്ന രക്തം രാഹുൽ ഗാന്ധിക്കായി തുടിക്കുകയാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തൊടുത്തുവിടുന്ന കൊടുങ്കാറ്റ് അത് രാജ്യവ്യാപകമായി ഉയർന്നു കഴിഞ്ഞു. അത് കേരളത്തിലും വീശിയെടുക്കാൻ ഒരുങ്ങുകയാണ്. രാഹുലും പ്രിയങ്കയും നയിക്കുന്ന മറ്റൊരു യാത്ര കേരള മണ്ണിലൂടെ കടന്നു പോകാൻ ഇനി അധികം കാത്തിരിക്കേണ്ട. AICC അതിനുള്ള നിർദ്ദേശങ്ങൾ KPCCക്ക് നൽകി കഴിഞ്ഞു എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത്. ഇക്കാലയളവിൽ ഇന്ത്യയിൽ ഉടനീളം AICC നിർദ്ദേശപ്രകാരം നടത്തിയിട്ടുള്ള കോൺഗ്രസ് പുനർജീവന പ്രവർത്തനങ്ങൾ വഴി അടിമുടി മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു കോൺഗ്രസിൽ. ഏത് സ്വേച്ഛാധിപത്യത്തെയും ഒറ്റയ്ക്ക് എതിരിട്ട് നിൽക്കാൻ കഴിയുന്ന ഒരു നേതാവ് കോൺഗ്രസിൽ ഉയർന്നു വന്നതിൻ്റെ ആത്മവീര്യം ഓരോ കോൺഗ്രസ്സുകാരനും വന്നു കഴിഞ്ഞു. അതുപോലെ വാക്കുകളിൽ തീ തൊടുത്ത് രാജ്യത്തിൻ്റെ പെൺപുലിയായി പ്രിയങ്ക ഗാന്ധിയും മുൻനിരയിൽ വന്നതോടെ രാജ്യം ഇപ്പോൾ പ്രതീക്ഷയിലാണ്. അതെ, അത് സംഭവിക്കുക തന്നെ ചെയ്യും. മോദി ഭയപ്പെട്ടതുപോലെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി കസേരയിലേക്ക് കടന്നു കയറും. ഇന്ത്യ രക്ഷിക്കപ്പെടും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.